എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ലൈവിലേക്ക് സ്വാഗതം. ഇപ്രകാരം ഒരു ലൈവ് പെട്ടെന്ന് വരാനുള്ള കാരണം വളരെ ആനുകാലിക പ്രസക്തിയുള്ള അല്ലെങ്കിൽ വളരെ അടിയന്തരമായി സംസാരിക്കേണ്ട ഒരു വിഷയം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്രകാരം ഒരു ലൈവ് പെട്ടെന്ന് വന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കോതമംഗലത്ത് ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു പെൺകുട്ടി ഒരു പ്രണയക്കെണിയിൽ അകപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് അവസാനം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഒരു മുസ്ലിം യുവാവുമായിട്ടാണ് ആ പെൺകുട്ടി പ്രണയത്തിൽ ആയത്. ഇവിടെ വസ്തുതാപരമായി ഈ വിഷയത്തെ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. ഇതിനെ എങ്ങനെ നോക്കിക്കാണണം? പ്രത്യേകിച്ച് ആ പെൺകുട്ടി മരണപ്പെട്ടിരിക്കുന്നു. ആ കുടുംബത്തിന് വലിയ നഷ്ടവും ദുഃഖവും ഒക്കെ ഉണ്ട്. അവരുടെ മാനസിക നില നമുക്ക് മനസ്സിലാകും. ഇതിൽ രണ്ടു പേർക്കും പങ്കുണ്ട് എന്നുള്ളത് സത്യമാണ്. അതാർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു പ്രണയം ഉണ്ടാകണമെങ്കിൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും അതിൽ തുല്യമായ പങ്ക് ഉണ്ട് എന്നുള്ളത് നിഷേധിക്കുന്നില്ല. അതുകൊണ്ട് അത് തുറന്നു പറയുന്നതിൽ ഒരു ക്രിസ്തീയ പുരോഹിതൻ എന്ന നിലയിൽ എനിക്ക് മടിയുമില്ല. കാരണം ക്രിസ്തീയ വിശ്വാസം അത് വളരെ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ഒരു വിശ്വാസമാണ്. വളരെ ചെറിയ പ്രായം മുതൽ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ നാം പഠിക്കുകയും അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ വേണ്ടി യത്നിക്കുകയും ചെയ്യേണ്ട കടമ ക്രിസ്തീയ കുടുംബങ്ങളിൽ വളരുന്ന എല്ലാവർക്കുമുണ്ട്. സഭയ്ക്കും കുടുംബങ്ങൾക്കും അതിൽ വലിയ റോളുണ്ട് എന്നുള്ളത് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ മരണത്തിൽ നമുക്ക് ദുഃഖമുണ്ട്. അപ്പോൾ തന്നെ പ്രണയം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഒരുപോലെ അതിൽ ഉത്തരവാദിത്വം അവർക്കുണ്ട്. അത് നിഷേധിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം ഒരു പെൺകുട്ടി മരണപ്പെട്ടിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ദൈവം അവരെ ആശ്വസിപ്പിക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ ആ ഒരു ചാപ്റ്റർ അവിടെ അവസാനിപ്പിക്കുക. എന്നാൽ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ക്രൈസ്തവ സഭകളിലെ മേലധ്യക്ഷന്മാർക്ക്, അതിലെ പുരോഹിതന്മാർക്ക്, അതിലെ ശുശ്രൂഷകന്മാർക്ക്, ക്രൈസ്തവ സഭകളിലെ ഉത്തരവാദപ്പെട്ട എല്ലാവർക്കും, അത് ആൽമായർക്കുൾപ്പെടെ, ലെയ്റ്റിക്കുൾപ്പെടെ, ക്ലർജി, ലെയ്റ്റി എല്ലാവർക്കും, പട്ടക്കാർക്കും മേൽപ്പട്ടക്കാർക്കും, അത് ബിഷപ്പുമാരായിക്കോട്ടെ, സുവിശേഷ പ്രസംഗരായിക്കോട്ടെ, പാസ്റ്റർമാരായിക്കോട്ടെ, എല്ലാവർക്കും നമ്മുടെ തലമുറയെക്കുറിച്ച് വളരെ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് മറന്നു പോകാനായിട്ട് പാടില്ല. കഴിഞ്ഞ നാളുകളിൽ, ഞാൻ ആ ഡേറ്റ് ഓർക്കുന്നില്ല, നിങ്ങൾക്ക് ആ ഡേറ്റ് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പാലായിലെ അഭിമന്യ പിതാവ് മാർ കല്ലറങ്ങാട്ട് പിതാവ്,
ഇപ്പോൾ അദ്ദേഹം പാലാരൂപതയുടെ ബിഷപ്പാണോ എന്ന കാര്യം ഞാൻ നോക്കിയില്ല. അതിലും എനിക്ക് വ്യക്തിപരമായി വ്യക്തതയില്ല. ഞാൻ കത്തോലിക്ക സഭയിൽപ്പെടുന്ന ആളല്ല, അതുകൊണ്ട് കൂടുതലായി അറിയില്ല. എന്നാൽ മാർ കല്ലറങ്ങാട്ട് പിതാവ് ലവ് ജിഹാദിനെ പരാമർശിച്ചുകൊണ്ട് ഒരു പ്രസ്താവന തൻ്റെ ഞായറാഴ്ചത്തെ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് നടത്തി. തൻ്റെ ജനങ്ങളോട് ഒരു സഭയിലെ മെത്രാച്ചൻ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആടുകളെക്കുറിച്ച് ഭാരമുള്ള ഒരു മേൽപ്പട്ടക്കാരൻ, ഒരു ബിഷപ്പ്, തൻ്റെ ഇടവകയിലുള്ള ആളുകളോട് സംസാരിച്ച ഒരു പ്രസംഗം, അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ പ്രസംഗമധ്യേ പറഞ്ഞതായ ചില ആകുലതകൾ, അത് കേവലം സോഷ്യൽ മീഡിയയിലല്ല വന്നത്, മുഖ്യധാര ചാനലുകളിൽ, മനോരമ ന്യൂസ് ഉൾപ്പെടെയുള്ള ചാനലുകളിൽ വന്നു. അത് പിന്നീട് പത്രമാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹം ലവ് ജിഹാദിനെ കുറിച്ചാണ് പറഞ്ഞത്. തൻ്റെ ആടുകളെക്കുറിച്ച് കരുതലുള്ള ഒരു ഇടയനാണ് കല്ലറങ്ങാട്ട് പിതാവ്. അതുകൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ലവ് ജിഹാദിനെ തുറന്നു കാണിച്ചത്. ആ വീഡിയോ ഇപ്പോഴും അവൈലബിളാണ്. മനോരമ ന്യൂസ് അത് നന്നായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു, ചാനൽ. എല്ലായിടത്തും അത് വന്നു. നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യം, ഇനി ഞാൻ പറയാൻ പോകുന്ന വാക്കുകളിൽ ഒരല്പം പോലും മയം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എന്നെ കേൾക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾ, നിങ്ങൾ ഏത് സഭയാണെങ്കിലും നിങ്ങൾ ഈ വിഷയത്തെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. നിങ്ങളുടെ മുകളിലുള്ള തിരുമേനിമാർ, ബിഷപ്പ്മാർ, പിതാക്കന്മാർ, അവരെ നിങ്ങൾ ദയവ് ചെയ്ത് ആവശ്യമില്ലാതെ സപ്പോർട്ട് ചെയ്യരുത്. അത് നല്ലതല്ല. ആവശ്യമില്ലാതെ അവരെന്ത് പറഞ്ഞാലും അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കയ്യെ ചെന്ന് ചുംബിച്ച് അവരുടെ പ്രീതി നിങ്ങൾ സമ്പാദിക്കുന്നെങ്കിൽ നിങ്ങൾ ശരിയായ ക്രിസ്ത്യാനികളല്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരിയായ ക്രിസ്ത്യാനിയല്ല. ക്രിസ്ത്യാനിത്വത്തിന് അന്തം വരുത്തുവാനാണ് ഇതുപോലുള്ള പ്രവണതകൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവണതകൾ കൊണ്ട് സാധിക്കുള്ളൂ. കല്ലറങ്ങാട്ട് പിതാവ് ഇത് പറഞ്ഞതിന് ശേഷം ഇവിടെയുള്ള രാഷ്ട്രീയക്കാരുടെ പ്രതികരണം നിങ്ങളൊന്ന് കേൾക്കുക. ഇന്ന് അരമനകളിൽ കയറി ഇങ്ങനെ കുനിഞ്ഞു നിന്ന് കൈമുത്തുന്ന ഇവിടുത്തെ 2 രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കന്മാർ, അതിൽ MP മാരുണ്ട്, MLA മാരുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി നോക്കിയാൽ അറിയാം. ഇതെല്ലാം അവൈലബിളാണ്. ഇത് സാമൂഹ്യ മാധ്യമങ്ങൾ, ഓൺലൈൻ ചാനലുകൾ, മുഖ്യധാര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കല്ലറങ്ങാട്ട് പിതാവ് ഇത് പറഞ്ഞതിന് ശേഷം ഈ അഭിമന്യ പിതാവിനെ കത്തോലിക്ക സഭയ്ക്കകത്ത് തന്നെ ഒറ്റപ്പെടുത്തി. അപ്പോൾ ഇത് കത്തോലിക്കർ കേൾക്കുമ്പം അവർക്കും ചൊറിച്ചിലുണ്ടാവും. നിങ്ങൾ ശരിക്കും ചൊറിഞ്ഞു, ഒരു കുഴപ്പമില്ല. മാന്യമായ കമൻറ്റുകൾ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാം. മാന്യമല്ലാത്തുണ്ടെങ്കിൽ അന്നേരം അങ്ങ് ഡിലീറ്റ് ചെയ്യും. ഞാൻ പ്രതികരിക്കാനൊന്നും വരില്ല. കല്ലറങ്ങാട്ട് പിതാവിനെ കത്തോലിക്ക സഭയിലുള്ളവർ കുറേ ആളുകൾ പിന്തുണച്ചു. കുറേ ആളുകൾ അദ്ദേഹത്തിനെ പിന്തുണ അറിയിക്കാതെ മൗനമായിരുന്നു. ആരാ അറിയിക്കേണ്ടതാരാ? ബിഷപ്പുമാർ. പട്ടക്കാരല്ല ഇതിന് ആൻസർ പറയേണ്ടത്. പിന്നെ PRO ഒക്കെ ഉണ്ട്, അവർ ആൻസർ പറയും. കത്തോലിക്ക സഭയിലെ തന്നെ വളരെ അറിയപ്പെടുന്ന 2-3 അച്ഛന്മാർ വളരെ ശക്തമായി ഈ വിഷയങ്ങൾ നിരന്തരമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന അച്ഛന്മാരുണ്ട് കാത്തലിക് ചർച്ചിൽ. ഞാൻ അവരുടെ പേരുകളൊന്നും ഇവിടെ പറയുന്നില്ല, പേര് ഓർക്കുന്നുമില്ല, ഇനി അത് തപ്പിയെടുക്കണം. എന്നാൽ ഈ കല്ലറങ്ങാട്ട് പിതാവിനെതിരെ ഇവിടുത്തെ കുറേ CPM-ൻ്റെ ചില നേതാക്കന്മാർ, CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാക്കന്മാർ ഈ പിതാവ് വർഗീയ വിഷം കുത്തിനിറക്കിയാന്ന് പറഞ്ഞു. ഇന്ന് അവർ വന്നിട്ട് വേണമെങ്കിൽ ഈ പിതാവിൻ്റെ കയ്യെ പിടിച്ച് മുത്തും. അപ്പോൾ ഇതൊക്കെ വെറും പൊളിറ്റിക്കൽ ഗെയിം മാത്രം. ഇവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി ഇവർ കളിക്കുന്നതാണ്. ഇത് പച്ചയ്ക്ക് നമ്മൾ വിളിച്ചു പറയണം. ക്രിസ്തീയ സഭ അതിൻ്റെ നേതാക്കന്മാർ പച്ചയ്ക്ക് വിളിച്ചു പറയണം. കോൺഗ്രസ്സുകാരും ഇത്തരത്തിൽ
പ്രതികരിച്ചു. പിന്നെ BJP കലറങ്ങാട്ട് പിതാവിനെ പൂർണ്ണമായിട്ട് പിന്തുണ അറിയിച്ചു. അതെന്താ? അവരുടെ രാഷ്ട്രീയമാണ്. ഇനി BJP അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കലറങ്ങാട്ട് പിതാവിനെ പിന്തുണച്ചു, പോട്ടെ, അത്രയെങ്കിലും അവർ ചെയ്തല്ലോ. അത് അവരുടെ രാഷ്ട്രീയമാണ്. ഞാൻ BJP കാരനൊന്നുമല്ല, കോൺഗ്രസ്സുകാരനുമല്ല, കമ്മ്യൂണിസ്റ്റുകാരനുമല്ല. അവർ അങ്ങ് ഭയങ്കരമായിട്ട് പിന്തുണച്ചു, പോട്ടെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. എനിക്ക് ദേഷ്യം ഉണ്ടായത് കേരളത്തിലെ, ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ. കത്തോലിക്ക സഭയിലെ ഒരു കൂട്ടം ബിഷപ്പുമാർ കലറങ്ങാട്ട് പിതാവിനെ അനുകൂലിച്ചു. അതുപോലെ ദൈവശാസ്ത്രജ്ഞന്മാരായ ചില അച്ഛന്മാർ, അതായത് PRO പോലെയുള്ള അങ്ങനെ പബ്ലിക്കുമായിട്ട് സഭയുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചില അച്ഛന്മാർ വളരെ ശക്തമായ ഭാഷയിൽ കലറങ്ങാട്ട് പിതാവിനെ അനുകൂലിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നപ്പോൾ കുറേ ബിഷപ്പ്മാർ കത്തോലിക്ക സഭയിലെ തന്നെ മിണ്ടാതെ ഇരുന്നു. അവരുടെ പേരുകളൊക്കെ നിങ്ങൾക്കറിയാം. മിണ്ടാതിരുന്നു. എന്താണ് ഇവരുടെ പുറകിൽ? എന്തുകൊണ്ട് ഇവർ മിണ്ടാതിരിക്കുന്നു? നിങ്ങൾ തന്നെ ചിന്തിക്കുക. എന്താണ് ഇവരുടെ ലക്ഷ്യം? ഇവർ ശരിക്കും സഭയുടെ പ്രവാചകന്മാരാണോ? പ്രവാചകൻ എന്ന് പറഞ്ഞാൽ സഭയുടെ കാലാകാലഘട്ടങ്ങളിൽ ഒരു പ്രവാചകൻ്റെ ദൗത്യം എന്താ? പ്രോഫറ്റിൻ്റെ മിഷൻ എന്താ? നമുക്ക് പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ കാണാം. എന്താ ആ പ്രവാചകന്മാർ ചെയ്തത്? ഇസ്രായേൽ ജനത്തെ, ദൈവത്തിൻ്റെ ജനത്തെ നേർവഴിക്ക് നടത്തുക. ധാർമ്മികമായി, വിശ്വാസപരമായി, അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായി അവർക്ക് തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് അവരെ നേർവഴിക്ക് നടത്തുക. അതാണ് ഇസ്രായേലിലെ പ്രവാചകന്മാരുടെ ദൗത്യം. എന്നാൽ ഈ ദൗത്യം മറഞ്ഞ് ഈ രാഷ്ട്രീയക്കാരുടെ ചേർന്ന് നിന്നുകൊണ്ട് സഭയെ ഒറ്റിക്കൊടുക്കുന്ന പിതാക്കന്മാർ കത്തോലിക്ക സഭയ്ക്കകത്തുണ്ടെന്ന് പറഞ്ഞാൽ കത്തോലിക്കർക്ക് ചൊറിച്ചിലുണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ. കലറങ്ങാട്ട് പിതാവിനെ ഒറ്റപ്പെടുത്തിയ ഇതുപോലെയുള്ള കള്ളപ്രവാചകന്മാർ നിങ്ങളുടെ സഭയിലും ഉണ്ടെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇനിയും കത്തോലിക്ക സഭ വിടാം. കേരളത്തിലെ ഒരു വലിയ ബോഡിയുണ്ട്, കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്. അതിൽ കത്തോലിക്ക സഭയില്ല, ബാക്കി എല്ലാ സഭകളും ഉണ്ട്. അതിൽ മെമ്പേഴ്സായിട്ട് കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൽ മെമ്പർഷിപ്പുള്ള പെന്തക്കോസ്ത് സഭകൾ ഒഴിച്ചുള്ള എല്ലാ സഭകളും, കത്തോലിക്ക സഭയെ ഒഴിച്ച് പെന്തക്കോസ്ത് സഭകൾ ഒഴിച്ചുള്ള എല്ലാ സഭകളും കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൽ മെമ്പേഴ്സ്. അവരുടെ നിലപാട് എന്തായിരുന്നു? ഇനി അതുവിടെ ഈ സഭയ്ക്കകത്ത് മെമ്പർഷിപ്പുള്ള ബാക്കിയുള്ള സഭകളുടെ നിലപാട് എന്തായിരുന്നു? പലരും വന്ന് ഈ കലറങ്ങാട്ട് പിതാവിനെ ചീത്ത വിളിച്ചു, പച്ചയ്ക്ക് ഒറ്റപ്പെടുത്തി. കലറങ്ങാട്ട് പിതാവ് വർഗീയ വിഷം കുത്തിയിറക്കിയാണെന്ന് പറയും. അതിൽ കേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭകളിലെ തിരുമേനിമാർ, സഭയുടെ യഥാർത്ഥ തിരുമേനിമാരൊന്നും അല്ല ഇത് മാസ്ക് ഇട്ട കുറേ തിരുമേനിമാർ, കുറേ ബിഷപ്പുമാർ, ഇപ്പോഴും കേക്ക് വായിക്കകത്തോട്ട് തള്ളി വെക്കുന്ന കുറേ ബിഷപ്പുമാർ. നിങ്ങൾ ഇവർക്കെതിരെ എഴുന്നേൽക്കണം. എന്താണ് നിങ്ങളുടെ പേടി? ഇവർ ദൈവത്തിൻ്റെ അഭിഷക്തന്മാരാണോ? ഈ തരത്തിൽ ലവ് ജിഹാദ് ഇവിടെ വളരെ പ്രബലമായി നടക്കുമ്പോൾ, വ്യാപിക്കുമ്പോൾ, കലറങ്ങാട്ട് പിതാവ് വളരെ കൃത്യമായിട്ട് ആ പള്ളിക്കകത്ത് ആ പാവപ്പെട്ട പിതാവ് കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ ഇത് വർഗീയതയാണ്, വർഗീയ വിഷം കുത്തി നിറയ്ക്കുകയാണെന്ന് പറഞ്ഞ നിങ്ങൾക്ക് തിരുമേനി എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയി കുമ്പിട്ട് നിൽക്കുന്ന ഒരു തിരുമേനിയല്ല ഇവർ. പിതാവേന്ന് വിളിക്കുന്ന കുറച്ചുകൂടെ നല്ല, പിതാവേന്ന് വിളിക്കുന്ന പ്രയോഗം എനിക്ക് കത്തോലിക്ക സഭയിൽ പിതാവേന്ന് വിളിക്കുന്ന നല്ല പ്രയോഗമാണ്. അതുതന്നെയാണ് വേണ്ടത്. ഇവരെന്താണ് കാണിച്ചത്? ഇവരാ പാവപ്പെട്ട ദൈവത്തിൻ്റെ അഭിഷിക്തനെ ഒറ്റപ്പെടുത്തി വർഗീയത ഉണ്ടാക്കുകയാണ് പിതാവ്. അത് ഇവിടെ പാർട്ടിക്കാരും പറഞ്ഞു, രാഷ്ട്രീയക്കാരും മൊത്തം പറഞ്ഞു പിതാവ് വർഗീയത ഉണ്ടാക്കുക. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്നും മാറിയൊന്നുമില്ല. അദ്ദേഹത്തെ തൻ്റെ സഭയിൽ നിന്ന് പോലും നേരെ ചൊവ്വയുള്ള സപ്പോർട്ട് കിട്ടിയിട്ടില്ല. നമ്മൾ എഴുന്നേൽക്കേണ്ട സമയമാണിത്. നമ്മൾ ഇതുപോലുള്ള തിരുമേനിമാരുടെ കൂടെ ഒന്നും നിൽക്കാൻ പാടില്ല. കലറങ്ങാട്ട് പിതാവിനെ പോലെയുള്ള ഒരുപാട് പിതാക്കന്മാർ കത്തോലിക്ക സഭയിൽ ശക്തമായ ഭാഷയിൽ ഒരു മയവും ഇല്ലാതെ പ്രതികരിച്ചിട്ടുണ്ട്. പിതാവിൻ്റെ കൂടെ നമ്മൾ അവരുടെ കൂടെയാണ് നിൽക്കേണ്ടത്.
ഇവിടുത്തെ ബാക്കിയുള്ള മർത്തോമക്കാരുടെ പ്രതികരണം എന്തായിരുന്നു? ഈ മർത്തോമയിലെ ബിഷപ്പുമാർ പ്രതികരിച്ചോ? എന്ത് പ്രതികരണമാണ് നടത്തിയത്? CSIയിലെ ബിഷപ്പുമാർ പ്രതികരിച്ചോ? എന്ത് പ്രതികരണം അവർ നടത്തിയ? ഓർത്തഡോക്സ്, യാക്കോബായ, ലൂഥറൻ, പിന്നെ ഏതാ ഉള്ളത്, ജ്ഞാനായ, ഇവരൊക്കെ എന്താ പ്രതികരിച്ച്? നിങ്ങൾ പറ. ഇതെല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ. ഇവരെല്ലാം വളരെ വളരെ ഒരു ന്യൂട്രൽ വേയിൽ പ്രതികരിച്ചവരുണ്ട്. ഈ കല്ലറങ്ങാട്ട് പിതാവിനെ പരിപൂർണമായി തള്ളിപ്പറഞ്ഞ് പ്രതികരിച്ചവരുണ്ട്. യൂദാസുമാർ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ ഏത് വലിയ പുള്ളിയെയും ഞാൻ യൂദാസ് എന്ന് വിളിക്കും. അത് ഏത് വലിയ തിരുമേനിയാണെങ്കിലും. ഒരു ഭയമില്ല. എന്തിനു ഭയപ്പെടണം? കല്ലറങ്ങാട്ട് പിതാവ് തൻ്റെ പ്രവാചക ദൗത്യമാണ് ചെയ്തത്. സഭയെ സംരക്ഷിക്കേണ്ട പിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ഇപ്പോഴും ഈ മനോരമ ന്യൂസ് വളരെ നന്നായി പുറത്തുവിട്ട ഇതിൻ്റെ അത് കിടപ്പുണ്ട്. നിങ്ങളൊന്ന് എടുത്ത് കാണുക. നിങ്ങൾ മാക്സിമം ആ വീഡിയോ ഷെയർ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക. എന്തൊക്കെ ഗ്രൂപ്പ് നിങ്ങളിൽ അംഗമാണോ ആ എല്ലാ ഗ്രൂപ്പിലേറ്റും ഷെയർ ചെയ്യുക. വളരെ കൃത്യമായി എണ്ണി നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ്. സത്യവിശ്വാസത്തിൻ്റെ കാവൽക്കാർ ആകേണ്ടതായ പിതാക്കന്മാർ കുപ്പായം കൊടുത്തത് സഭയാണ്. അവർക്ക് സ്വന്തമായിട്ട് കിട്ടിയൊന്നുമല്ല. ഇവിടുത്തെ ക്രൈസ്തവ സഭകളിൽ പട്ടക്കാരെ മേൽപ്പട്ടക്കാരെ ആക്കുമ്പോൾ ആ ശുശ്രൂഷയിൽ അവരേറ്റുപറയുന്നതായ വിശ്വാസങ്ങളുണ്ട്. കുരിശ് അവരുടെ കഴുത്തിൽ ഇട്ട് കൊടുത്ത ആരാണ്? ഇവിടെ മർത്തോമയിലെ, CSIയിലെ, ഓർത്തഡോക്സിലെ, യാക്കോബക്കാരൻ്റെയും തിരുമേനിമാരുടെ കഴുത്തെ കുരിശിട്ട് കൊടുത്ത ആരാ? സഭയാണ് ഇട്ട് കൊടുത്തത്. അൽമായർക്ക് അതിൻ്റെ അത് പങ്കുണ്ട്. അൽമായരില്ലെങ്കിൽ സഭയില്ല. വിശ്വാസികളില്ലെങ്കിൽ, അണികളില്ലെങ്കിൽ സഭയുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ കൊടുത്ത കുരിശ്, നിങ്ങൾ കൊടുത്ത കുപ്പായം, നിങ്ങൾ കൊടുത്ത കാപ്പ, തിരുവസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് സഭയ്ക്കും സഭയുടെ മക്കൾക്കും നേരിടുന്ന കൊടിയ ചെന്നായ്ക്കൾ ഈ സഭയ്ക്കകത്തേക്ക് കയറുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട തിരുമേനിമാർ കേക്കും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. കുറേ എണ്ണം. നാണമില്ലല്ലോ. കേക്ക് കൊടുത്ത എല്ലാ തിരുമേനിമാരോടുമാണ് ഞാൻ പറയുന്നത്. ഇത് കേൾക്കുന്നെങ്കിൽ നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കേക്ക് അണ്ണാക്കിലോട്ട് തിരികെ കയറ്റി നാണമില്ലാത്ത പരിപാടി കാണിച്ച എല്ലാ തിരുമേനിമാരോടുമാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്ത് മാതൃകയാണ്? കൊടിയ ചെന്നായ്ക്കൾ നമ്മുടെ കൂട്ടത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അല്ലാതെ ഇതുപോലത്തെ വൃത്തികേട് കാണിക്കുന്ന തിരുമേനിമാരുടെ കൂടെ നിങ്ങൾ നിൽക്കരുത്. പറ്റുവാണെങ്കിൽ കല്ലറങ്ങാട്ട് പിതാവിനെ പോയി കണ്ട് ഒന്നുകൂടെ അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കണം. കല്ലറങ്ങാട്ട് പിതാവ് മാത്രമല്ല, കത്തോലിക്ക സഭയിൽ ഒരുപാട് ബിഷപ്പുമാർ വളരെ ശക്തമായ ഭാഷയിൽ, ഇപ്പം തന്നെ ഒരുപാട് അച്ഛന്മാർ, ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഒരുപാട് അച്ഛന്മാർ വളരെ മനോഹരമായി വളരെ ശക്തമായ ഭാഷയിൽ ലവ് ജിഹാദിനെതിരെ പ്രതികരിക്കുന്നു. അക്കാര്യത്തിൽ ഇവിടുത്തെ ക്രൈസ്തവ സഭകളിൽ കത്തോലിക്ക സഭ മാത്രമാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്. മിണ്ടാതെ ഇരിക്കുകയാണ് ഇവിടുത്തെ ബാക്കിയുള്ള പല സുറിയാനി സഭകളിലെയും തിരുമേനിമാർ. നിങ്ങൾ എവിടെ പോയി? നിങ്ങളുടെ പണി എന്താണ്? നിങ്ങളുടെ കഴുത്തെ കുരിശു ഇട്ടിട്ട് നടക്കുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളിതിനെ സപ്പോർട്ട് ചെയ്യുക. ആ പിതാവിനെ നിങ്ങൾ ഒറ്റപ്പെടുത്തി. എനിക്ക് ആ തിരുമേനിയുടെ പേര് പറയണമെന്നുണ്ട്, ഞാൻ പറയുന്നില്ല. അദ്ദേഹം പാരസ്യമായിട്ട് വന്നിട്ട് പറയുകയാണ് വർഗീയ വിഷം. അത് പറയുന്നതൊക്കെ കേൾക്കണം. നിങ്ങൾക്ക് ആ വീഡിയോ ലഭ്യമാണെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ഈ കമൻറ്റ് ബോക്സിലോട്ട് അതിൻ്റെ ലിങ്കുകളൊക്കെ ഒന്ന് ഇട്ട് തരിക. ഇതുപോലെ കല്ലറങ്ങാട്ട് പിതാവിനെ ഒറ്റപ്പെടുത്തിയ, ലവ് ജിഹാദിനെതിരെ ശക്തമായി പ്രതികരിച്ച പിതാക്കന്മാരെയും അച്ഛന്മാരെയും ഒറ്റപ്പെടുത്തിയ തിരുമേനിമാരുടെയൊക്കെ ആ ക്ലിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇട്ട് തരിക. നമുക്കത് ഷെയർ ചെയ്യാം. ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഫ്രണ്ട്സ് പോയാലും വേണ്ടതല്ല, കുറേ ഫ്രണ്ട്സ് പോയാലും കുഴപ്പമില്ല. കാരണം ഇതിനെതിരെ പ്രതികരിക്കേണ്ട സഭ, ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരേണ്ടതായ സഭ ഒളിച്ചിരിക്കുകയാണ്. കേക്കുമായിട്ട് ഇവർ പിന്നെയും രാഷ്ട്രീയക്കാരുടെ ഇടയിലോട്ട് നടക്കുകയാണ്. കുറേ കേക്കും കൊണ്ട് നടക്കുകയാണ് ഇവർ, നാണമില്ലാത്തവന്മാർ. എന്തിനാണ്? ഇവരെ ED പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കണക്കിൽപ്പെടാത്ത സ്വത്ത്
കണക്കിൽപ്പെടാത്ത സ്വത്ത് സഭയ്ക്കുണ്ടെങ്കിൽ ഇ പിടിക്കാതിരിക്കാൻ കേക്കും കൊണ്ട് നടക്കുന്ന ബിഷപ്പുമാരുടെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എനിക്കറിയാം, ഈ വീഡിയോ ഞാനിത് ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യും. സാധാരണ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഒന്ന് കാണുന്നെങ്കിൽ കാണട്ടെ. അപ്പോൾ ഇത് ആരും കണ്ടാലും കണ്ടില്ലേലും പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം. ഇപ്പോൾ ലൈവിൽ വന്നിടുമ്പോൾ ഇത് ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എനിക്ക് വളരെ വിഷമം തോന്നിയതാണ് ഈ കല്ലറങ്ങാട്ട് പിതാവിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച ആ ടോക്കുകളെല്ലാം ഞാൻ കേട്ടപ്പോൾ അഭിമന്യരെന്നൊക്കെ നമ്മൾ പറയുന്ന പല തിരുമേനിമാരും വന്ന് ഈ പിതാവിനെ ഒറ്റപ്പെടുത്തി നമ്മുടെ ഇടയിൽ വന്ന് നുഴഞ്ഞു കയറി ഈ തരത്തിൽ മതം പ്രചരിപ്പിക്കാൻ. അപ്പോൾ എന്നെ കേൾക്കുന്നതിൻ്റെ അകത്തും അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. നിങ്ങളോട് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് നുഴഞ്ഞു കയറാൻ വരണ്ട. നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഈ പരിപാടി കാണിക്കൂ. ക്രൈസ്തവ സഭകൾക്കകത്ത് നിങ്ങൾ നുഴഞ്ഞു കയറി ഈ തരത്തിൽ പണി കാണിക്കുന്ന എല്ലാ പുള്ളികളോടും പറയുന്നത്. ഇവിടെ തൻ്റെ ഇടമുള്ള ബിഷപ്പുമാരുണ്ട്, തൻ്റെ ഇടമുള്ള അച്ഛന്മാരുണ്ട്, ആത്മായ നേതൃത്വമുണ്ട്, ദൈവശാസ്ത്ര സമിതികളുണ്ട്. ഞങ്ങൾ പ്രതികരിക്കും. അതുകൊണ്ട് കല്ലറങ്ങാട്ട് പിതാവിനോട് വീണ്ടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, അങ്ങനെയുള്ള പിതാക്കന്മാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് AC മുറിക്കകത്തിരുന്ന് ചുമ്മാതെ കാറ്റും കൊണ്ട് കാറിൻ്റെ അകത്ത് കറങ്ങി കിടക്കുന്ന ഈ പറയുന്ന പലരും, ഇവർക്കൊക്കെ മോസ്കുകളിൽ പോയി ഭയങ്കര ഇൻ്റർ റിലീജിയസ് ഡയലോഗാണ് നടത്തുന്നത്. ഞാൻ ഇൻ്റർ ഫെയ്ത്ത് റിലീജിയൻ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ പഠിച്ചൊരാളാണ്. ഇൻ്റർ ഫെയ്ത്ത് ഡയലോഗ്, ഇൻ്റർ റിലീജിയസ് ഡയലോഗ് ഇതൊക്കെ പഠിച്ച ആളാണ്. വെറുതെ അല്ല സംസാരിക്കുന്നത്. അപ്പോൾ ആ ഇൻ്റർ ഫെയ്ത്ത് ഡയലോഗിൻ്റെയും ഇൻ്റർ റിലീജിയസ് ഡയലോഗിൻ്റെയും പേരിൽ നിങ്ങൾ ഈ മോസ്കുകളുടെ അകത്ത് പോയിട്ട് വലിയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല, ഇസ്ലാമിക് തിയോളജി അനുസരിച്ച് അമുസ്ലിങ്ങൾ, ഞാനിത് പച്ചയ്ക്ക് പറയുക, കല്ലറങ്ങാട്ട് പിതാവ് പള്ളിക്കകത്ത് കൃത്യമായിട്ടിത് പറയുന്നുണ്ട്. അമുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അവരംഗീകരിക്കുകയല്ല. ഞാനിത് പറയുകയാണ്. എൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കേൾക്കുക. എനിക്ക് ആരോടും വിരോധമില്ല. പക്ഷേ ഇതുപോലെ ലവ് ജിഹാദ് പരിപാടി നടത്തിക്കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ തിരിച്ച് അതിന് പ്രതികരിക്കുന്നത് സാധാരണ രീതിയിലായിരിക്കുകയല്ല. പിതാക്കന്മാരുടെ കൂടെ നിങ്ങൾ നിൽക്കുക. അല്ലെങ്കിൽ നാളെ ചരിത്രത്തിൽ എന്താ സംഭവിച്ചത്, നിങ്ങൾ ലോക ചരിത്രം, റിലീജിയസ് ആയിട്ടുള്ള ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കുക. തുർക്കിയിൽ എന്താ സംഭവിച്ചത്? തുർക്കിയിൽ ഓർത്തഡോക്സ് സഭയുടെ പള്ളി അത് കയ്യേറി. ഇപ്പം അതിൻ്റെ അതെന്താ നടക്കുന്നത്? മിണ്ടാതിരുന്ന ആൾക്കാരുണ്ട് ഇവിടെ, മിണ്ടിയിട്ടില്ല ഓരോരുത്തരെ. ഇവിടെ സഭയുടെ പല നേതാക്കന്മാരും മിണ്ടുകയല്ല. തുർക്കിയിൽ ഓർത്തഡോക്സ് പള്ളിക്കകത്ത് ഇപ്പം എന്താ നടക്കുന്നത്? നമ്മുടെ പല പള്ളികളും കയ്യേറി. നമ്മുടെ പല പള്ളികളും ഇപ്പോൾ വിശുദ്ധമായി നമ്മൾ സൂക്ഷിച്ച പല പള്ളികളും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അശുദ്ധമാക്കി. ഇതിന് തൻ്റെ ഇടം വേണം. കേക്കും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അടി കിട്ടിയിട്ടും കേക്കും കൊണ്ട് നടക്കുക. എന്താ ഇവർ കേക്കും കൊണ്ട് നടക്കുന്നത്? ഈ കേക്ക് കൊണ്ട് നടക്കുന്ന എല്ലാ പുള്ളികളും കേട്ടോളൂ. നിങ്ങളുടെ കണക്കിൽപ്പെടാത്ത സ്വത്ത് പിടിക്കുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ കള്ളത്തരത്തിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ പിടിക്കുമെന്നറിയാം. അങ്ങനെയുള്ള ബിഷപ്പുമാരാണ് കേക്കും കൊണ്ട് വായിക്കകത്തോട്ട് കൊടുക്കാൻ നടക്കുക. കേക്കും കൊണ്ട് നടക്കുക. നിങ്ങൾ കേക്കും കൊണ്ട് നടന്നോ? കള്ള ഇടയന്മാർ, കള്ള പ്രവാചകന്മാർ, കള്ള അപ്പോസ്തലന്മാരാണ് നിങ്ങൾ. സഭയോട് നിങ്ങൾക്ക് യാതൊരു കൂറുമില്ല. സഭയുടെ സത്യവിശ്വാസത്തോടോ സഭയുടെ ഓർത്തഡോക്സ് ഫെയ്ത്തിനോടോ നിങ്ങൾക്ക് യാതൊരു കൂറുമില്ല, യാതൊരു ബന്ധവുമില്ല നിങ്ങൾക്ക്. പിതാവിനെ ഒറ്റപ്പെടുത്തി വളരെ സൗമ്യമായി സംസാരിക്കുന്ന പിതാവ്, കല്ലറങ്ങാട്ട് പിതാവ്, വളരെ സൗമ്യമായി സംസാരിക്കുന്ന ആ പിതാവ്
ആ പിതാവിൻ്റെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ആടുകൾ മോഷ്ടിക്കപ്പെടരുത്. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. നല്ല ഇടയനാണ്, മാതൃക കാണിച്ചു കൊടുത്ത ഇടയനാണ് യേശു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കും. നല്ല ഇടയന് തൻ്റെ കൂട്ടത്തിലുള്ള ആടുകളുടെ പേരറിയാം. ഒരാട് നഷ്ടപ്പെട്ടപ്പോൾ 99 ആടുകളെയും വിട്ടേച്ച് ആ ഒരാടിനെ തേടിപ്പോയ ഒരു ഇടയൻ്റെ മാതൃക പിൻപറ്റാൻ അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾ ചുമന്ന കുപ്പായവും നിങ്ങളുടെ കഴുത്തിൽ സഭ നിങ്ങൾക്ക് നൽകിയ, നിങ്ങളുടെ സ്വത്തല്ല അത്, ഇത് ചരിത്രപരമായ സഭയുടെ സ്വത്താണ്. ഈ കുപ്പായം, കുരിശ്, മസനപ്സ ഇതൊന്നും നിങ്ങളുടെ സ്വത്തല്ല. നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചായിരിക്കും, പക്ഷേ ഇത് പൈതൃകമായി ക്രിസ്തീയ സഭയുടെ സ്വത്താണ്. നിങ്ങളുടെ ഒന്നും അല്ല ഇത്. ആരാ നിങ്ങളുടെയാന്ന് പറഞ്ഞ്? നിങ്ങൾക്ക് ആരാ ഇത് തന്നത്? ഇത് ചരിത്രപരമായി സഭ നിങ്ങൾക്ക് നൽകിയതാണ്. ആ പൈസ കൊടുത്ത് ചിലപ്പോൾ അവിടുത്തെ ഇടവകയോ അവിടുത്തെ ഭദ്രാസനമോ പൈസ കൊടുത്ത് തയ്പ്പിച്ചൊക്കെ നിങ്ങൾക്ക് തന്നായിരിക്കാം. ഇത് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വത്തിന് വേണ്ടി തന്നാണ്. ആ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ വേറെ വല്ലോ പണിക്ക് നിങ്ങൾ പോകണം. ഇത് പറയാൻ ഈ പേടിയാണ് ഇവർക്ക്, ഈ ആത്മായർക്ക് പേടിയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ശാപവും വരുമെന്നുള്ള പേടിയാണ്. ഒരു ശാപവും ഒരു കുന്തോ സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അഭിവന്യ പിതാവിനൊപ്പം നിൽക്കുക, അതാണ് സഭയ്ക്ക് നല്ലത്. പിതാക്കന്മാർക്കൊപ്പം, ലവ് ജിഹാദിനെ എതിർക്കുന്ന സഭയുടെ പിതാക്കന്മാർക്കൊപ്പം നിൽക്കുക. അതിൽ ഏറ്റവും ശക്തമായ ഭാഷയിൽ പരസ്യമായി ന്യൂസ് ചാനലുകളിൽ വരെ വന്ന പാലാ ബിഷപ്പ് മാർ കല്ലറങ്ങാട്ട് പിതാവിനോടും അദ്ദേഹത്തെ അനുകൂലിച്ചവരോടും കൂടെ നിന്നുകൊണ്ട് കേരളത്തിലെ ഏറ്റവും ശക്തമായ നേതൃത്വമുള്ള അണികളുള്ള രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും ബലമുള്ള സഭകളോട് ചേർന്ന് നിൽക്കുക. കത്തോലിക്ക സഭയുടെ നിലപാട് വളരെ ശക്തമാണ്. ഈ കഴിഞ്ഞ ഇന്നലെ ഉൾപ്പെടെ അച്ഛന്മാർ ലേഖനങ്ങൾ എഴുതുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. ഒരുപാട് അച്ഛന്മാർ പരസ്യമായി രംഗത്ത് വരുന്നുണ്ട്. ഇതെല്ലാം വരുമ്പോഴും മിണ്ടാതെ ഇരിക്കുന്ന കുറേ ബിഷപ്പുമാരുണ്ട്. സൂക്ഷിച്ചോണം, മിണ്ടാതെ ഇരിക്കുന്ന, പൊളിറ്റിക്കൽ ഗെയിം നടത്തുന്ന രാഷ്ട്രീയക്കാരോട്, ഇവിടുത്തെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് തങ്ങളുടെ കീശ വീർപ്പിക്കാൻ നിൽക്കുന്ന ബിഷപ്പുമാരുണ്ട്. ഇതിൽ ആത്മായ നേതൃത്വം ശക്തമായ ഭാഷയിൽ പ്രതികരിക്കണം. എല്ലാ സഭകളും പ്രതികരിക്കട്ടെ. എവിടെ മാർത്തോമയിലെ ബിഷപ്പുമാർ ലവ് ജിഹാദിനെതിരെ രംഗത്ത് വരട്ടെ. മിണ്ടാതിരിക്കുകയാണ്, പല കളറിലുള്ള കുപ്പായിട്ട്. CSIയിലെ ബിഷപ്പുമാർ വരട്ടെ. എവിടെ ഓർത്തഡോക്സിലെ ബിഷപ്പുമാർ, യാക്കോബയിലെ ബിഷപ്പുമാർ, കനാനായിലെ ബിഷപ്പുമാർ, അവർ രംഗത്ത് വരട്ടെ. കത്തോലിക്ക സഭ മാത്രം പ്രതികരിച്ചാൽ പോരല്ലോ, എല്ലാവരും വരട്ടേന്നേ. കത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ ഒരു ആർജവത്വം ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് പ്രതികരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് അതില്ല, അതാണ് വേറൊരു പ്രശ്നം. മിണ്ടാതിരിക്കേണ്ട സമയമല്ല ഇത്. ശക്തമായി നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും കടന്നാക്രമിക്കാൻ നിഗൂഢ ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. വലിയ പ്ലാനുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, വലിയ സ്ട്രാറ്റജികളാണ് പല ഒളിത്താവളങ്ങളിലും നടത്തുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയണം. പല ഒളിത്താവളങ്ങളിലും വലിയ സ്ട്രാറ്റജികൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മതം പ്രചരിപ്പിക്കാൻ നാർക്കോട്ടിക് ജിഹാദ്. ഇന്ന് നമ്മൾ അനങ്ങാതിരുന്നാൽ, പ്രതികരിക്കാതിരുന്നാൽ നാളെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. പ്രവാചകൻ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകണ്ടുകൊണ്ട് പ്രവചിക്കുന്നവനാണ്. അങ്ങനെ ഒരു പ്രവാചകനാണ് മാർ കല്ലറങ്ങാട്ട് പിതാവ്. ആ അഭിവന്യ പിതാവിന് പിന്തുണയറിയിക്കൂ. അദ്ദേഹം പറഞ്ഞ് സത്യമാണെന്ന് ഇന്ന് ഞാൻ കണ്ടു. ഒരുപാട് പോസ്റ്റുകൾ വരുന്നു. അയ്യോ, അന്ന് കല്ലറങ്ങാട്ട് പിതാവിനെ ഒരു തീവ്രവാദിയായി വർഗീയ വിഷം കുത്തിനിറയ്ക്കുന്ന ആളായിട്ടൊക്കെ ആണ് കണ്ടത്. അയ്യോ, ഞങ്ങൾ ക്ഷമയോദിക്കുന്നു, പിതാവിനോടൊപ്പം ചേരുന്നു. ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്.
രാഷ്ട്രീയക്കാരുടെ കൂടെ നിങ്ങൾ നിൽക്കരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല രാഷ്ട്രീയക്കാരും അന്ന് പറഞ്ഞു, മാൽക്കടല അയ്യോ കലറങ്ങാട്ട് പിതാവ് വർഗീയ വിഷം കുത്തി നിറയ്ക്കുന്നു പറഞ്ഞു. ഞങ്ങളിതിനോട് യോജിക്കുന്നില്ല. നിങ്ങൾ യോജിക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJPക്കാരും എല്ലാ ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികളും സഭയുടേതായ നിലപാടുണ്ട്. സഭ ഇവിടെ 1-2 വർഷം അല്ലെങ്കിൽ 10-50 വർഷമൊന്നുമല്ല സഭയുടെ പാരമ്പര്യം. ഉയർന്നു നിൽക്കുന്ന പള്ളികൾ, ഉയർന്നു നിൽക്കുന്ന കുരിശുമൂടുകൾ, ഉയർന്നു നിൽക്കുന്ന ഹോസ്പിറ്റലുകൾ, കോളേജുകൾ, ഇതെല്ലാം സഭയുടെ സ്വത്താണ്. യൂണിവേഴ്സിറ്റികൾ, ഇതെല്ലാം സഭ ഉണ്ടാക്കിയതാണ്. ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനും ഉണ്ടാക്കിയതല്ല. ഒരു രാഷ്ട്രീയക്കാരൻ്റെയും പൈസ വാങ്ങിച്ചിട്ടല്ല സഭ ഇവിടെ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത്, സ്കൂളുകൾ ഉണ്ടാക്കിയത്, ആതുരാലയങ്ങൾ ഉണ്ടാക്കിയത്, അനാഥശാലകൾ ഉണ്ടാക്കിയത്. അശരണരെയും പാവപ്പെട്ടവരെയും ചേർത്ത് നിർത്തിയ സഭയുടെ പൈതൃകം ഇവിടെയുണ്ട്. മാർജിനലൈസ്ഡായ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തിയത് സഭയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല. നിങ്ങൾ ചെയ്യുന്നതിന് മുൻപേ ഇവിടെ സഭ ഇത് ചെയ്തു തുടങ്ങി. ഇവിടെ കത്തോലിക്ക സഭ മുതൽ ഇങ്ങോട്ടുള്ള സകല സഭകളും ഇവിടെ ആതുരാലയങ്ങളും ഹോസ്പിറ്റലുകളും അത്യാധുനിക സൗകര്യങ്ങളുള്ള മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും കോളേജുകളും സാങ്കേതിക സർവകലാശാലകളും സ്വന്തമായി ഡീംഡ് യൂണിവേഴ്സിറ്റികളും ഒക്കെ ഉണ്ടാക്കിയ സഭയാണ്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഒരു സ്ഥാപനം നല്ല രീതിയിൽ ഉണ്ടാക്കിയെങ്കിൽ നിങ്ങൾ പറ. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇവരുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ തന്നെ ഇവർ മുഴുവൻ പൊളിറ്റിക്കൽ ഗെയിമാണ്. ഇവർ ഇന്നൊന്ന് പറയും, നാളെ വേറൊന്ന് പറയും. ഒരു പ്രസ് മീറ്റിന് ഒന്ന് പറയും, നാളെ ഇവർ മാറ്റി പറയും. എന്നിട്ട് അരമന തോറും ഇവർ കയറി അങ്ങ് നിരങ്ങുവാണ് ഇവർ. പിന്നെ ഇവർ നിരങ്ങുമ്പോൾ അവരുടെ വായിലോട്ട് കേക്ക് വെച്ച് കൊടുക്കാൻ കുറേ നാണമില്ലാത്ത ബിഷപ്പുമാർ, കുറേ അച്ഛന്മാർ. അതുകൊണ്ട് ഒരു ക്രിസ്തീയ പുരോഹിതൻ എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പ്രതികരണമാണ് അറിയിക്കുന്നത്. ഇതാരും കാണുകയോ കാണാതിരിക്കുകയോ ഇത്ര പേരിലേക്ക് റീച്ച് എത്തുമോ ഇതൊന്നും എൻ്റെ വിഷയമല്ല. ഇതൊന്നും എനിക്ക് വിഷയമല്ല. നീ ആരടാ എന്ന് ചോദിക്കുന്നവരോട് ഒരു മറുപടിയില്ല. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രതികരിക്കാം. നിങ്ങളുടെ ഫേസ്ബുക്ക് തുറക്കാം, നിങ്ങളുടെ യൂട്യൂബ് തുറക്കാം. നിങ്ങൾക്കൊരു പൈസ മുടക്കുമില്ല. അല്പം ഇൻ്റർനെറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, GB ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം. ഇതിൽ പട്ടക്കാരനെന്നോ മേൽപ്പട്ടക്കാരനെന്നോ ലേറ്റി എന്നോ ഒരു വേർതിരിവില്ല. എല്ലാവർക്കും പ്രതികരിക്കാം. നാമെല്ലാം രാജകീയ പൗരോഹിത്യ പദവിയിലുള്ളവരാണ്. ആ തരത്തിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കാം, ഐക്യദാർഢ്യങ്ങൾ പ്രഖ്യാപിക്കാം. എന്നോട് നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നല്ല പറഞ്ഞത്. പരസ്യമായി മാധ്യമങ്ങളിൽ വന്ന് പറയാൻ ചങ്കൂറ്റമുള്ള സഭകളിവിടെയുണ്ട്, പിതാക്കന്മാരിവിടെ ഉണ്ട്, അവർ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ പിതാക്കന്മാർ പ്രതികരിച്ചപ്പോഴും വളരെ ന്യൂട്രലായി മാളത്തിൻ്റെ അകത്തിരുന്നിട്ട് അയ്യോ പിതാവ് വർഗീയ വിഷം കുത്തി ഇറയ്ക്കുന്നു, രാഷ്ട്രീയക്കാരോട് ചേർന്ന് അവരുടെ കൈയും പിടിച്ച് കേക്കും കൊടുത്ത് ചായയും കൊടുത്ത് കൂടിരുന്ന് ചിരിച്ച് കളിച്ച് ED വരുമെന്ന് പേടിച്ചിരിക്കുന്ന ക്രിസ്തീയ സഭയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന, ക്രിസ്തീയ വിശ്വാസത്തിനും സഭയ്ക്കും നാണക്കേടുണ്ടാക്കുന്ന കുറേ സഭാ അധ്യക്ഷന്മാരുടെ നാണം കെട്ട പ്രതികരണത്തോടും ഏർപ്പാടിനോടുമാണ് ഞാനിവിടെ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അടി വന്നിനിയും നിങ്ങൾ എന്നാ കമൻ്റ് ഇട്ടാലും എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങൾ ചീത്ത വിളിച്ചാലും എനിക്കൊരു വിഷയമല്ല. ഇനി വിളിച്ചാൽ അതങ്ങ് ഡിലീറ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ കൂടുതൽ പറഞ്ഞുകൊണ്ട് വന്നാൽ തിരിച്ച് ഉറപ്പായിട്ട് പ്രതികരിക്കും എന്ന് പറയുകയാണ്. ഇത് ഇങ്ങനെ പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഇത് 1-2 സംഭവങ്ങളൊന്നുമല്ല, ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പലരും ഇത് മറച്ചു വെക്കുന്നു. ഈ ലവ് ജിഹാദ് എന്തിന് മറച്ചു വെക്കുന്നു? അങ്ങനെയൊന്നില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇവിടുത്തെ കുറേ MP മാർ, കുറേ MLA മാർ പറയുകയാണ് അങ്ങനൊരു സംഭവമേ ഇല്ല. നിങ്ങളോട് ആര് പറഞ്ഞു സംഭവമില്ല? നിങ്ങളുടെ അടുത്ത വർഷം നിങ്ങൾക്ക് നിന്ന് ജയിച്ച് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂട്ടാൻ വേണ്ടി നിങ്ങൾ ഓരോ പരിപാടി പറയാം. നിങ്ങൾ പറഞ്ഞു, ഇതൊന്നും പ്രശ്നമല്ല. ഞങ്ങളിവിടെ ഈ പുരോഹിതന്മാർ, ബിഷപ്പുമാർ, സഭകളിലെ ആത്മായ നേതൃത്വം, അതിനെ പ്രിവെൻറ്റ് ചെയ്യുവാനുള്ള ഒരുപാട് സംഘടനകൾ സഭയ്ക്കകത്ത് വരുന്നുണ്ട്. ഇതിന് പ്രതികരിക്കും. എല്ലാവരും പ്രതികരിക്കട്ടെ. കത്തോലിക്ക സഭ മാത്രമാണ് ഇതിനെ നേരെ പ്രതികരിക്കുന്നത്. ബാക്കിയുള്ള സഭകളെല്ലാം ഇങ്ങനെ ഇരിക്കുക. കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് രംഗത്ത് വരട്ടെ. നിങ്ങൾ എന്തിനാണ് പേടിച്ചിരിക്കുന്നത്? നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ കന്യാകുമാരി മുതൽ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ജാഥ നടന്നു. വരട്ടെ, ഇതിനെതിരെ ഒന്ന് വരട്ടെ. മതസൗഹാർദ്ദം തകർക്കപ്പെടുവാണ്. നിങ്ങൾ എന്താണ് പറയുന്നത്?
നിങ്ങളുടെ പള്ളിക്കകത്ത് കയറി ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴും ചുമ്മാ നോക്കിയിരുന്ന് വായും പൊളിച്ചിരുന്ന് മതസൗഹാർദ്ദം, ഇൻ്റർ റിലീജിയസ് ഡയലോഗും ഇൻ്റർ ഫെയ്ത്ത് ഡയലോഗും നടത്തിയിട്ടൊന്നും കാര്യമില്ല. എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം. എൻ്റെ പക്ഷം അതാ. നമുക്കിവിടെ മതം അല്ല. പക്ഷേ ഇതുപോലുള്ള കാര്യം വരുമ്പോൾ ഇങ്ങനെയല്ലാതെ ഇങ്ങനെ പ്രതികരിക്കുക. എല്ലാവരെയും നിങ്ങൾ സ്നേഹിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. യേശു പഠിപ്പിച്ച എല്ലാവരെയും സ്നേഹിക്കാനാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരം, ഇൻകാർണേഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ അത്ഭുതമാണ്. ക്രൂശീകരണത്തെക്കാളും വലിയ അത്ഭുതമാണ് ഇൻകാർണേഷൻ. എന്തുകൊണ്ട്? ദൈവം ജഡം ധരിക്കുക, അതിനേക്കാളും വലിയ സഹനമൊന്നുമില്ല. ദൈവം ആയിരുന്നവൻ, ദൈവപുത്രനായിരുന്നവൻ ജഡം ധരിക്കുക എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട്, ഏറ്റവും വലിയ സഹനം അതാണ്, ഏറ്റവും വലിയ സാക്രിഫൈസ് അതാണ്. സ്വയം ശൂന്യനാക്കി വന്നത് ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാവരെയും സ്നേഹിക്കുക. ഒരു മനുഷ്യരെ നിങ്ങൾ വെറുക്കാൻ പാടില്ല. മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ നിറത്തിൻ്റെ പേരിലോ ഭാഷയുടെ പേരിലോ ആരെയും നിങ്ങൾ വെറുക്കാൻ പാടില്ല. എല്ലാവരെയും സ്നേഹിക്കുക. വീണ്ടും ഞാൻ പറയുന്നു, എല്ലാവരെയും സ്നേഹിക്കുക. മതമല്ല ഇവിടെ വിഷയം. പക്ഷേ ഈ മതത്തിൻ്റെ അകത്ത് കുറേ ഗ്രൂപ്പുകളുണ്ട്. എല്ലാ മതങ്ങളിലും കുറേ ഗ്രൂപ്പുകളുണ്ട്. വർഗീയത ഉണ്ടാക്കുക, ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുക, മതതീവ്രവാദം വളർത്തുക, തങ്ങളുടെ മതത്തിൽ ചേർന്നാൽ സ്വർഗത്തിൽ എന്തോ പ്രത്യേക സീറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചുമ്മാതെ ഈ മേളിലും കണ്ട് സ്വർഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കളിപ്പിക്കുകയാണ്. ദൈവരാജ്യം ഇവിടെ തന്നെയാണ്. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ. അതിൽ ക്രിസ്ത്യാനികളും ഉണ്ട്. മേളിലോട്ട് പോവാണ്, അവിടെ എന്തോ ഭയങ്കര സംഭവമുണ്ട്. വെറുതെ ഇതൊക്കെ ചുമ്മാതാണ്. ദൈവരാജ്യം, യേശു ദൈവരാജ്യം സ്ഥാപിച്ചു ഭൂമിയിൽ തന്നെയാണ് ദൈവത്തിൻ്റെ രാജ്യം. അതുണ്ടാക്കാനാണ് നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഇതിങ്ങനെ മേളിലോട്ട് പറന്നു പോകും, ഇതൊക്കെ ചുമ്മാതാ. അത് പോട്ടെ, അത് ഞാൻ പറയുന്നില്ല. ആവശ്യമില്ലാത്ത ഓരോ കാര്യം. എസ്കേപ്പിസം എന്ന് പറയും, അല്ല ഈ തിയോളജി ഓഫ് എസ്കേപ്പിസം അതൊന്നും വേണ്ട. ഇവിടെ ദൈവത്തിൻ്റെ രാജ്യം. നമ്മുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന് ഒരു യുണീക്ക്നെസ് ഉണ്ട്. ദി യുണീക്ക്നെസ് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത് ആൻഡ് തിയോളജി, അത് സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. മതതീവ്രവാദം നമ്മൾക്ക് യാതൊരു തരത്തിലും അനുവദിക്കുക. അത് ഏത് ക്രിസ്ത്യാനി മതതീവ്രവാദം ചെയ്താലും അത് അനുവദിക്കപ്പെടേണ്ടതല്ല. ക്രിസ്ത്യാനി എക്സ്ക്ലൂസീവിസം എന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യതയാണ്. എക്സ്ക്ലൂസീവ് ഫെയ്ത്ത് അത് നമ്മുടെ സ്വകാര്യത, നമ്മുടെ പ്രൈവസിയാണ്. യേശുക്രിസ്തു ഏക ദൈവമെന്ന സഭയുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ അത് ഏറ്റുപറയേണ്ടത് നമ്മുടെ പ്രൈവസിയുടെ ഭാഗം. അത് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ അതിൽ നിന്ന് മാറണം. നിർബന്ധിത മതപരിവർത്തനം, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. നിർബന്ധിത മതപരിവർത്തനത്തോട് ഞാൻ യോജിക്കുന്നില്ല. കൃത്യമായി പഠിച്ചിട്ട് ഒരാൾ ഒരു മതം സ്വീകരിക്കുന്നെങ്കിൽ സ്വീകരിക്കുക. അതിനുള്ള അവകാശം, അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നു. പക്ഷേ ഒരാളെ ബ്രെയിൻ വാഷ് ചെയ്തോ ക്രിസ്ത്യാനിറ്റി എന്താണ്, ക്രിസ്ത്യൻ തിയോളജി എന്താണെന്ന് കൃത്യമായി അറിയാതെ നിർബന്ധിത മതപരിവർത്തനത്തെ ഞാൻ അനുകൂലിക്കുന്നില്ല. യേശുക്രിസ്തു ആരാണ്, ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് പഠിക്കട്ടെ. ചുമ്മാതെ അങ്ങോട്ട് പോയിട്ട് നീ ക്രിസ്ത്യാനി ആയിക്കോ, യേശു നിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അതൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ കൃത്യമായി ക്രിസ്ത്യാനിറ്റി, ക്രിസ്ത്യൻ തിയോളജി, ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ്, ഒരു ക്രിസ്തീയ ശിഷ്യനാകുക എന്ന് പറയുന്നത് പഠിച്ചിട്ട് മതം സ്വീകരിച്ചോട്ടെ. അത് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. അത് നമ്മുടെ പ്രിവിലേജിൽ പെടുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സാണ്. അതൊക്കെ ഹ്യൂമൻ റൈറ്റ്സിൽ വരുന്നതാണ്. പക്ഷേ നിർബന്ധിത മതപരിവർത്തനം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ വർഗീയ വിദ്വേഷമോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ല, ആ പിതാവിനെ ഇത്ര ചീത്ത വിളിച്ചെങ്കിൽ, കലറങ്ങാട്ട് പിതാവിനെ ചീത്ത വിളിച്ചെങ്കിൽ, മറ്റേ കത്തോലിക്ക സഭയിലുള്ള പിതാക്കന്മാരെ ചീത്ത വിളിച്ചെങ്കിൽ എന്നെയും ചീത്ത വിളിക്കും. ഞാനിത് പറയുന്നതിന് ചീത്ത വിളിക്കും. അപ്പം അതുകൊണ്ട് ഇവിടെ അതിലൊന്നും വലിയ പ്രസക്തിയില്ല. ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എൻ്റെ പ്രതികരണം അറിയിക്കുകയാണ്. നമുക്ക് നമ്മുടെ വിശ്വാസം വിലയേറിയതാണ്. ആ വിശ്വാസം നമ്മൾ പുലർത്തിക്കൊണ്ട് അതിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അയൽക്കാരൻ ആരായാലും അവരെ നിങ്ങൾക്ക് സ്നേഹിക്കാവുന്നതിൻ്റെ മാക്സിമം സ്നേഹിക്കുക. ഏത് മതം ഒരു വിഷയമല്ല. നിങ്ങളുടെ അയൽക്കാരൻ ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുക. പക്ഷേ നിങ്ങളോ അവരോ ഞാനോ
മറ്റുള്ളവർ അവരുടെ സ്വകാര്യതയ്ക്കകത്ത് നുഴഞ്ഞു കയറി അവരുടെ വീട്ടിൻ്റെ അകത്ത് കയറി വേണ്ടാത്ത പണി ചെയ്താൽ അത് അനുവദിക്കാൻ പാടുള്ളതല്ല. നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് കയറി നിങ്ങളുടെ മക്കളെ പല രീതിയിൽ പിടിച്ചുകൊണ്ട് പോയി മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അത് നമ്മളാണ് നടത്തുന്നതെങ്കിൽ നമുക്കും അടി കിട്ടും. അടി വാങ്ങിച്ചുകൊണ്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. അവർ നടത്തിയാൽ ചിലപ്പോൾ നമ്മൾ അടി കൊടുക്കത്തില്ല, പ്രതികരിക്കും, ശക്തമായ ഭാഷയിൽ പ്രതികരിക്കും. അത് നിയമത്തിൻ്റെ സഹായത്തോടെയോ ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്തൊരാൾ കയറി വന്നാൽ എന്താ ചെയ്യുക? അപ്പം അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ വളരെ പച്ചയ്ക്ക് പറയുകയാണ്. ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ വൈകാരികത ഉണ്ടാകും. തീർച്ചയായും ഇതൊരു വൈകാരിക വിഷയമാണ്, വൈകാരികമായി പ്രതികരിക്കേണ്ട വിഷയമാണ്. മതസ്പർദ്ധയല്ല, തീവ്രവാദമല്ല, വർഗീയ വിഷമമല്ല. എല്ലാവരെയും സ്നേഹിക്കുക. പക്ഷേ വീട്ടിൻ്റെ അകത്ത് കയറി മതം നിർബന്ധിതമായി പല രീതി ഈ പ്രണയം ഭയങ്കര പ്രശ്നമാണല്ലോ. അതിൻ്റെ കെമിസ്ട്രി നമുക്കറിയാം. ഇപ്പോൾ നമ്മളൊരു സൈക്കോളജിസ്റ്റിനോട് പോയി ചോദിച്ചാൽ എങ്ങനെയാണ് ഒരാളിൽ പ്രണയം ഉണ്ടാകുന്നത്, അട്രാക്ഷൻ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഒരാണിന് ഒരു പെണ്ണോട് എങ്ങനെയാണ് അട്രാക്ഷൻ ഉണ്ടാകുന്നത്, ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടിയോട് എങ്ങനെയാണ് അട്രാക്ഷൻ ഉണ്ടാകുന്നത് നമുക്കറിയാം. അതിൻ്റെ കെമിസ്ട്രി അത് ഒരു സൈക്കോളജിക്കലായി നമുക്ക് അതിനെ വിശദീകരിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അതിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഈ ആവശ്യമില്ലാതെ ഈ പ്രണയത്തെ ഒന്നും ഒരുപാടങ്ങ് പുകഴ്ത്തി ഇങ്ങനെ കവികളൊക്കെ അങ്ങനെയൊക്കെ പറയും. സിനിമയിൽ അങ്ങനെ പലതും കാണും. അങ്ങനെ സിനിമയിലുള്ള കാര്യങ്ങളെ ഒന്നും ഈ പള്ളിക്കകത്തേക്ക് കൊണ്ടുവരാൻ അനുവദിക്കരുത്. പള്ളിക്കകത്തൊന്നും ഇതൊന്നും നമ്മൾക്ക് കൃത്യമായിട്ട് വ്യാഖ്യാനിച്ച് തന്നിരിക്കുന്ന കൃത്യമായ കാര്യങ്ങളുണ്ട്. ഒരു പുരോഹിതൻ എന്ന രീതിയിൽ, ഒരു വൈദികൻ എന്ന രീതിയിൽ എനിക്കതേ പറയാൻ പറ്റും. അതേ പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എൻ്റെ നിലപാടതാണ്. നിങ്ങൾക്ക് വേറെ നിലപാടാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അതുകൊണ്ട് ഈ പ്രേമത്തെയും പ്രണയത്തെയൊക്കെ അമിതമായിട്ട്, കാരണം ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഇത് 17 വയസ്സിലും 16 വയസ്സിലും ഒക്കെ തോന്നുന്ന അട്രാക്ഷനാണ്. ഇൻഫാക്ച്വേഷൻ മാത്രമാണ്. ഇത് ഒരാളോട് തോന്നുന്ന ഒരു ഒരു സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു കാര്യം, ഒരു സ്വാഭാവികമായിട്ട് അതിനെ ചുമ്മാ ആവശ്യമില്ലാതെ അത് വിവാഹത്തിലേക്കൊന്നും പോകേണ്ടതൊന്നുമല്ല. അത് നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണുക, കൗൺസിലറെ കാണുക, ശരിയായ ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. സഭയ്ക്ക് ഇതിന് വലിയ ഉത്തരവാദിത്വമുണ്ട്, നമ്മുടെ അച്ഛന്മാർക്ക് ഇതിൻ്റെ അകത്ത് ഉത്തരവാദിത്വമുണ്ട്, സഭാ മേലധ്യക്ഷന്മാർക്ക് ഇതിൻ്റെ അകത്ത് ഉത്തരവാദിത്വമുണ്ട്. അത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ലൈവ് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കാം. ഞാൻ വൈകാരികമായിട്ട് പ്രതികരിച്ചത് ഒരിക്കലും അതൊരു ദേഷ്യത്തിൽ നിന്നല്ല, മറിച്ച് ഒരു പ്രതിഷേധമാണ്. അത് ദേഷ്യമാണെന്ന് പറയാം, ഒരു പ്രതിഷേധമാണ്. എനിക്ക് ആരോടും വ്യക്തിപരമായിട്ട് യാതൊരു വിരോധമില്ല. നമ്മുടെ പിതാക്കന്മാരെ എല്ലാം നമ്മൾ സ്നേഹിക്കുന്നു. സഭ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, അവർക്ക് കൊടുത്ത കുപ്പായം, അവർക്ക് കൊടുത്ത കുരിശ്, അവർക്ക് കൊടുത്ത കാപ്പ, തിരുവസ്ത്രങ്ങൾ, ഇതെല്ലാം തന്നെ സഭയ്ക്കും നമ്മുടെ ക്രൈസ്തവർക്കും ക്രൈസ്തവ സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും എല്ലാം ഗുണകരമാകുമാറാണ്. അങ്ങനെ ഒരു ലക്ഷ്യമാണ് അതിൻ്റെ മുൻപിലുള്ളത്. ഓക്കെ, ബിഹൈൻഡ് ദ സ്ക്രീൻ, അതിൻ്റെ പുറകിൽ, ആ സ്ക്രീനിൻ്റെ പുറകിൽ ആത്മാവിൽ ഇത് ചെയ്തത്, ഒരാളെ ഒരു ബിഷപ്പ് സ്ഥാനത്തേക്കാക്കുന്നത്, ശുശ്രൂഷകനാക്കുന്നത്, ഒരു സൺഡേ സ്കൂൾ അധ്യാപകനെ നമ്മൾ ഒരിടത്ത് അപ്പോയിൻ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ വിശ്വാസത്തെ പഠിപ്പിക്കാൻ. നമ്മുടെ വിശ്വാസം എല്ലാവരെയും സ്വീകരിക്കുന്ന വിശ്വാസം തന്നെയാണ്, എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന വിശ്വാസമാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ, ഇറസ്പെക്റ്റീവ് ഓഫ് നാഷണാലിറ്റി, ഇറസ്പെക്റ്റീവ് ഓഫ് റേസ് ഓർ ലാംഗ്വേജ്, ലിംഗ്വിസ്റ്റിക്കായിട്ട് ഒന്നും നമുക്ക് ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. പക്ഷേ വീടിൻ്റെ അകത്ത് കയറി പച്ചയ്ക്ക് പറഞ്ഞാൽ കളിക്കാൻ വന്നാൽ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം കുടുംബനാഥനാണ്. ആ കുടുംബനാഥന്മാരാണ് സഭയുടെ മേലധ്യക്ഷന്മാർ. അതുകൊണ്ടാണ് അവരെ പിതാവ് എന്ന് വിളിക്കുന്നത്. വീട്ടുകാരനാണ്, വീട്ടുകാരൻ അല്ലെങ്കിൽ കുടുംബനാഥൻ. അതുകൊണ്ടാണ് ഫാദർ എന്ന് വിളിക്കുന്നത്, പിതാവെന്ന് വിളിക്കുന്നത്. അപ്പം പട്ടക്കാരുണ്ട്, മേൽപ്പട്ടക്കാരുണ്ട്. അവരുടെ ഉത്തരവാദിത്വം ചെയ്ത അഭിവന്യ പിതാക്കന്മാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, പിന്തുണ അർപ്പിച്ചുകൊണ്ട്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലുള്ള എല്ലാ പിതാക്കന്മാർക്കും, വളരെ ബഹുമാന്യരായ അച്ഛന്മാർ, ഒരുപാട് പ്രതികരിച്ച അച്ഛന്മാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം ചുരുക്കം ചില തിരുമേനിമാർക്ക് കത്തോലിക്ക സഭയ്ക്ക് പുറത്ത് ചുരുക്കം ചില തിരുമേനിമാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, വളരെ വിരലിനുണ്ടാവുന്ന, അതേസമയം കത്തോലിക്ക സഭയിലും മിണ്ടാതിരുന്ന
കുറേ തിരുമേനിമാരുണ്ട്, ബിഷപ്പ്മാരുണ്ട്, അവരെ നമ്മളങ്ങ് ഒഴിച്ചു നിർത്തുന്നു. ബാക്കിയുള്ള നമ്മുടെയൊക്കെ സഭകളിലെ തിരുമേനിമാർ പ്രതികരിച്ചവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നിർത്തട്ടെ. അതുകൊണ്ട് നമ്മുടെ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ വീണ്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരും, സംസാരിക്കും. പിന്തുണ അറിയിക്കാം, നിങ്ങൾക്ക് കമൻറ്റുകൾ അറിയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.